മഹാഭാരത യുദ്ധം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കുരുവംശം മുഴുവൻ നശിച്ചിരിക്കുന്നു. കുരുക്കൾക്കൊപ്പം നിന്ന അശ്വത്ഥാമാവും കൃപരും എന്ന് ചിലർ മാത്രം ഇപ്പോഴും അവശേഷിക്കുന്നു. മറ്റ് കൗരവപക്ഷത്തുള്ള ഏവരും വീരഗതി പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ തങ്ങളുടെ പ്രിയരുടെയും പുത്രന്മാരുടെയും പൗത്രന്മാരുടെയും പതികളുടെയും മിത്രങ്ങളുടെയും ശവശരീരാവശിഷ്ടങ്ങളും മറ്റും അവസാനമായി കാണുവാനായി ജയിച്ചവരുടെ മാതാവും തോറ്റവരുടെ മാതാവും ആകുന്ന കുന്തിയും ഗാന്ധാരിയും കൂടാതെ ഹസ്തിനാപുരത്തിൻ്റെ രാജാവിനോടുകൂടി തന്നെയുമല്ല മറ്റ് വിധവകളാകുന്ന പുത്രവധുക്കളും സേനാംഗങ്ങളുടെ വിധവകളും അവരുടെ സന്താനങ്ങളും 18-ാം നാൾ സന്ധ്യാവേളയിൽ തങ്ങളുടെ പ്രിയരെ അവസാനമായി കാണുവാൻ ആഗതരായിരിക്കുന്നു. ആ ഭീകരമായ രണഭൂമിയാവട്ടെ, അവരെ വരവേറ്റ കാഴ്ചയാവട്ടെ, അസ്ഥികേശങ്ങൾ ചിതറി ചോര ചാടി നിറഞ്ഞ അനേകായിരം ദേഹങ്ങൾ അവിടെ ചുറ്റും ചിന്നിക്കിടക്കുന്നു. ഗജങ്ങളുടെയും അശ്വങ്ങളുടെയും യോദ്ധാക്കളുടെയും തലയറ്റ ഉടലുകൾ, ഉടലറ്റ തലകൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആർത്തസ്വരത്തോടൊപ്പം മൃതശരീരാവശിഷ്ടങ്ങൾ ഭക്ഷിക്കാൻ വന്നിരിക്കുന്ന കുറുക്കൻ, കഴുകൻ എന്നിവരുടെ ശബ്ദവും അവയെല്ലാം കൂടെ ചേർന്ന് ഭയങ്കരമായ ഇരമ്പം മുഴങ്ങുന്നു. മുമ്പെങ്ങും കാണാത്ത ആ ഘോരമായ കാഴ്ച കണ്ട് ഭാരത സ്ത്രീകൾ പരസ്പരം നോക്കി അലമുറയിട്ടു. മറ്റു ചിലർ ബോധരഹിതരായി നിലത്തു വീണു. ചിലർ മൃതിയടഞ്ഞു. അപ്പോൾ സർവഷ്ടവും നഷ്ടമാക്കിയത് ശ്രീകൃഷ്ണനാണെന്ന് ഗാന്ധാരി ഉന്നയിച്ചു. ആ മാതാവ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ കൃഷ്ണ, ഭർത്താക്കന്മാർ മരിച്ച എൻ്റെ സനുഷകളെ നീ കാണുന്നില്ലേ? അവരൊത്തുചേർന്ന് ആ ഭാരത ശ്രേഷ്ഠന്മാരെ സ്മരിച്ച് ഒന്നിച്ച് പുത്രന്മാരെയും പതികളെയും ഭ്രാതാക്കളെയും പിതാക്കളെയും അവരുടെ എല്ലാവരുടെയും അടുത്ത് ചെന്ന് കേഴുന്നത് നീ കാണുന്നില്ലേ മാധവ? ഇതാ അങ്ങോട്ട് നോക്കൂ. സന്താനങ്ങളില്ലാത്ത മാതാക്കൾ, വീരർ മരിച്ച വീരപത്നിമാർ എന്നിവരും ചേർന്ന് നിന്നുകൊണ്ട് വിലപിക്കുന്നു. ദ്രോണദ്രുപദ മദ്രേശന്മാരും ഭീഷ്മകർണ സൗഭദ്രന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്നു. നീ ഇത് കാണുന്നുണ്ടോ? വമ്പന്മാരുടെ പൊൻചട്ടകളും ദിവ്യരത്നങ്ങളും അങ്കദങ്ങളും ഹസ്തകേരുകങ്ങളും മാലകളും ചിന്നിക്കിടക്കുന്നു. വീരന്മാർ വിട്ട വില്ലുകളും വേലുകളും വെൺമഴുക്കളും ഖൽഗങ്ങളും പലതരം തീഷ്ണ ബാണങ്ങളും ചിതറിക്കിടക്കുന്നു. ഹേ വീര, നീ പോർക്കളം കാണുന്നില്ലേ? ഈ കാഴ്ച കണ്ട് ശോകം കൊണ്ട് ഞാൻ വേവുന്നു. പാഞ്ചാല കൗരവരുടെ നാശം കണ്ട് പഞ്ചഭൂതങ്ങളുടെ വധം പോലെ ഞാൻ ചിന്തിക്കുന്നു. രക്തം പുരണ്ട അവരുടെ ശിരസിൽ സുവർണ സർപ്പങ്ങൾ ഇഴയുന്നു. അസംഖ്യം കഴുകന്മാർ മുടിക്കെട്ടിൽ നഖമുനി മാംസം കൊത്തിവിഴുങ്ങുന്നു. ജയേന്ദ്രതൻ്റെയും കർണൻ്റെയും ഭീഷ്മൻ്റെയും ദ്രോണൻ്റെയും അഭിമന്യുവിൻ്റെയും ഒക്കെ നാശത്തെക്കുറിച്ച് ആര് ചിന്തിക്കുന്നു? അവന്ത്യരായ അവരെയൊക്കെ വധിച്ചതായി ഞാൻ കണ്ടു. കഴുക്കളും കങ്കങ്ങളും കുറുക്കന്മാരും കുറുനരികളുമല്ലേ ഇപ്പോൾ അവരെ പിടികൂടിയിരിക്കുന്നത്. അമർഷത്തിന് കീഴ്പ്പെട്ട ദുര്യോധനൻ കെട്ടുപോയ അഗ്നി പോലെ ദയനീയനായി ഇതാ ശാന്തമായി കിടക്കുന്നു. കൃപണം, ദാരുണം, ഹേ വൃഷ്ണിശാർഖുല! എത്രയോ അസംഖ്യം ശോകാർത്ഥകരായ നാരികൾ, ചെന്താമര പോലെ ഭംഗിയിൽ നിരന്നു വിളങ്ങിയവർ ഇതാ ഇപ്പോൾ വാടിത്തളർന്നിരിക്കുന്നു. ഈ നാരികളുടെ മുഖത്ത് നീയൊന്ന് പാർത്താലും എന്ന് ആർത്തിയായി കേഴുന്നുകൊണ്ട് ഗാന്ധാരി മാതാവ് തൻ്റെ പ്രിയ സന്താനങ്ങൾക്ക് ഇടയിലൂടെ ഭ്രാന്തമായി നടന്നുകൊണ്ട് പുലമ്പി.